എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മ എങ്ങനെ വരുമെന്ന് ഒന്ന് യോഹന്നാൻ 1:7 ശ്രവിക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാപത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും വിശ്വാസികളെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിൽ യേശുവിൻ്റെ പങ്കിനെക്കുറിച്ചും തെറ്റായ പഠിപ്പിക്കലുകൾ നേരിടുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾക്ക് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ കത്താണിത്. ദൈവത്തോടും പരസ്പരം വിശ്വാസികളോടുമുള്ള കൂട്ടായ്മയെക്കുറിച്ച് യോഹന്നാൻ പഠിപ്പിക്കുന്ന പ്രാരംഭ ഭാഗമാണ് ഈ വാക്യം. അവൻ വെളിച്ചത്തിൽ നടക്കുന്നതിനെ ഇരുട്ടിലെ നടത്തവുമായി താരതമ്യം ചെയ്യുന്നു. ദൈവവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മ വെളിച്ചത്തിൽ നടക്കുന്നതിലൂടെയും പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം യേശുവിൻ്റെ ബലിയിലൂടെയും വരുന്നു. ഒരുവൻ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തോടും ദൈവജനത്തോടും കൂട്ടായ്മ ഉള്ളവനായിരിക്കും. ഒരുവൻ ഒന്നുകിൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ അധിവസിക്കുന്നവനായിരിക്കും. വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ ദൈവഭവനത്തിൻ്റെ അംഗമാണ്. എന്നാൽ ഇരുട്ടിൽ വസിക്കുന്നവൻ ആണെങ്കിൽ അവൻ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവനായിരിക്കും. വെളിച്ചത്തിൽ നടക്കുന്നവൻ വിശ്വാസിയാണ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ലല്ലോ. അവർക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം നിരന്തരമായി സകല പാപങ്ങളിൽ നിന്നും അവരെ വിശുദ്ധീകരിക്കുന്നു. കാൽവരിയിൽ ചൊരിയപ്പെട്ട ദൈവപുത്രൻ്റെ രക്തമാണ് ദൈവത്തിന് നമ്മോടുള്ള സകല ക്ഷമയുടെയും അടിസ്ഥാനം. നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ ദൈവത്തിന് ലഭിച്ച നീതിയുള്ള അടിസ്ഥാനമത്രേ ക്രിസ്തുവിൻ്റെ രക്തം. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഒരു നാളും നഷ്ടമാകയില്ല എന്ന് നാം പാടാറുണ്ടല്ലോ. നമ്മെ എന്നേക്കും ശുദ്ധീകരിക്കാൻ മതിയായതാണ് ക്രിസ്തുവിൻ്റെ രക്തം. ദൈവത്തിൻ്റെ പക്കൽ നിന്നും പാപക്ഷമ ഏറ്റുവാങ്ങുന്നതിനു മുൻപേ നമ്മൾ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറയേണ്ടതാണ്. നമ്മുടെ പാപങ്ങൾ മറച്ചുവെക്കാതെ അവ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പാപമോചനം തേടിക്കൊണ്ട് ആധികാരികമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തിൽ ജീവിക്കുന്ന വെളിച്ചത്തിൽ നടക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തോടും വെളിച്ചത്തോടുമുള്ള പങ്കിട്ട പ്രതിബദ്ധതയിൽ വേരൂന്നിയ യഥാർത്ഥ കൂട്ടായ്മ നട്ടുവളർത്തണം നാം. യേശുവിൻ്റെ ബലിയുടെ ശുദ്ധീകരണ ശക്തി നാം സ്വീകരിക്കണം. അത് നിർണായകമാണ്. കാരണം നമ്മുടെ പാപമോചനവും പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണവും പൂർണ്ണമായി യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി മൂലമാണ്. പാപത്തിൻ്റെ വഞ്ചനാപരമായ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇത് ജാഗ്രതയോടെ നടക്കണമെന്നും നുണകൾക്ക് മേൽ സത്യവും പാപത്തിൻ്റെ മേൽ ധിക്കാരവും തിരഞ്ഞെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നേഹപിതാവേ, ദൈവത്തോടും അവൻ്റെ ജനത്തോടുമുള്ള ഒരേ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന അവൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.